ഹലോ ഗായ്സ്, എൻ്റെ പേര് മുസ്ലിം. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ വരാൻ പോകുന്ന ഓണം വെക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. നോക്കട്ടെ, ഏതെങ്കിലും ശനിയാറും നമുക്ക് വീടാൻ പറ്റുമെങ്കിൽ വീടാം. ഈ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് ഓണം വെക്കേഷൻ ആയിരിക്കും മിക്കവാറും. നമുക്കപ്പോൾ ഇത് വെറുതെ വിടുന്നില്ല, നമുക്ക് വെറുതെ അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ്. ഞാനിപ്പോൾ ഫുള്ള് ആൾമറൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ആർമർ ദേ നമ്മുടെ ഏവിളിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടിയിലോട്ടിറങ്ങാം. ഓക്കെ, ഞാൻ ഹൈലൈറ്റർ റോക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് വെറുതെ ഇട്ടാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഏതായാലും താഴത്താണ്. നമുക്ക് നമ്മുടെ ഫൈറ്റിംഗ് ഏരിയ വരെ ഒന്ന് നമുക്ക് പോയിട്ട് വരാം. ഫൈറ്റിംഗ് ഏരിയയിൽ ഇപ്പം എത്തും. എത്താറായി. ഇവിടെ ഫൈറ്റിംഗ് ഏരിയ ഉണ്ട്. അതാണ് ഫൈറ്റിംഗ് ഏരിയ. അതെ, ആ കാണുന്ന ഫൈറ്റിംഗ് ഏരിയ വേണ്ട. സാധനം അവിടേക്ക് പോയല്ല, സാധനം കുഴി പോയല്ല. എന്തുകൊണ്ടാണോ പോയത് എന്നൊക്കെ ഇപ്പം ഒന്നും കണ്ടില്ല. എന്തൊരു സാധനം കുഴി കിട്ടും ഇപ്പം തന്നെ. ഞാൻ ഹൈലൈറ്റർ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ കുഴിയോട്ട് എൻ്റെ എന്തോ ഒരു കറുത്ത സാധനം താഴ്ത്തോണ്. കറുത്ത സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ കറുത്ത സാധനം ഇട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. കറുത്ത സാധനം അല്ലേ? ആവോ, തോന്നിയായിരിക്കും. താഴത്ത് പോകുമ്പോൾ എന്തൊരു സാധനം തോന്നി. എന്തുകൊണ്ടാവോ? നമുക്കെന്തായാലും അവൻ്റെ വീട് വരുന്ന പോയിട്ട് വരാം. വീണ്ടും എന്തോ സാധനം വീണല്ലോ അടുത്തേക്ക്. തോന്നിയായിരിക്കും, നേരത്തെ ഇതുപോലെ തോന്നിയായിരിക്കും നേരത്തെ തോന്നിയായിരിക്കും. ഇതാണ് അവൻ്റെ വീട്. നമ്മളോട് കാണിച്ചിട്ടുണ്ടല്ലേ അവൻ്റെ വീടൊക്കെ. ഓക്കെ, എന്തോ ഒരു സാധനം ഇതേപോലെ താഴത്തേക്ക് വീണ് പോലെ തോന്നി. തുമ്മിയൊക്കെ അവിടെ പോയി. എടാ എക്സിലെ കുട്ടന്മാരെ, നിങ്ങൾ തീർന്നിട്ടില്ലേ? ഓക്കെ, എന്തോ ഒരു സാധനം താഴത്ത് വീണ്. എന്തോ വീണെടുത്ത് തോന്നിയതാണ്. ഇപ്പോഴും എന്തോ സാധനം വീണ തോന്നുന്നത്. നേരത്തെ വീണ തോന്നിയായിരിക്കും, ഇപ്പോഴും ശരിക്കും വീണാണോ? അങ്ങനെ വീഴാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ സുധീനെ അറിയാമോ? സുധിയണ്ണനെ അറിയാമോ? മൈൻക്രാഫ്റ്റ് ദൈവം സുധിയണ്ണനാ. സുധിയണ്ണൻ്റെ പവർ താടിലാണെങ്കിൽ എൻ്റെ പവർ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, എന്നാലും എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നുണ്ടല്ലോ. എൻ്റെ കറക്റ്റ് സാധനം ഉണ്ടോ? ഇതെന്താണ്? എൻ്റെ മാസ്ക് പോയി. വെറുതെ എന്തോ വീണോ തോന്നിയത്. എൻ്റെ മാസ്ക് ഇനി അവിടെ പോയി തപ്പും. എൻ്റെ മാസ്ക് എന്നാൽ എവിടെ പോയി? ശരി, ഞാൻ മാസ്കിൻ്റെ പവർ എവിടെ നിന്ന് പറയാൻ വന്നിണ്. എൻ്റെ പവർ മാസ്കിലാണ്. ആ മാസ്ക് ഇല്ലെങ്കിൽ എൻ്റെ മൈൻക്രാഫ്റ്റ് പവറൊന്നും വരില്ല. മാസ്ക് ഇല്ലെങ്കിൽ എൻ്റെ പവറൊന്നും പുറത്ത് വരില്ല. ഇനി എന്നെ തപ്പില്ല ആരെങ്കിലും വരുമോടാ? എന്നെ തപ്പില്ല വാർഡനെങ്ങാനും പുറത്ത് വരുമോ? പറയാൻ പറ്റാട്ടെ. എന്നെ തപ്പില്ല വാർഡനെങ്ങാനും പുറത്തേക്ക് വരുമോ? പെട്ടെന്ന് മഴയൊക്കെ ഇടിമിന്നില്ല, തണ്ടസ്റ്റോം. അത് ഒരു മിനിറ്റ്. വാർഡൻ എനിക്ക് പോറില്ല. എൻ്റെ പോർ മൊത്തം മാസ്കിലാണ്. എൻ്റെ ഹങ്കറും പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ മോനോ. എന്നാ സ്വപ്നം കണ്ടണ? അതോ റിയലായിട്ട് സംഭവിച്ചണ? എൻ്റെ സ്കിന് എൻ്റെ മാസ്ക് ഉണ്ട്. വാർഡനോടാ. എല്ലാം സ്വപ്നമായിരുന്നു. വെറുതെ മനുഷ്യൻ അങ്ങോട്ട് പേടിച്ച്. എന്നാലും ഒരുമാതിരി സ്വപ്നമായി പോയി. ഇനി സ്വപ്നം ശരിക്കും നടക്കുമോ? പകൽ സ്വപ്നം വലിക്കുമോ? നമ്മൾ പകലാ കാണുന്ന ഇത് ശരി നോക്കണത്. എന്നാലും എൻ്റെ മാസ്ക്
ആ മാസ്കിൻ്റെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇങ്ങനത്തെ സ്വപ്നമൊന്നും കാണാൻ പാടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ട് പിന്നെ വാ. ടാറ്റാ ബൈ ബൈ.